വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. നിങ്ങൾ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ ഡെഫിനേഷനായിട്ട് കറക്റ്റ് ഒത്തു പോകുന്നതാ. അതായത് ഒരു തെറ്റുമില്ല, എക്സാക്ട്ലി മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഇക്വേഷനാണ്. നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഒരു കർവ് എടുത്താൽ അവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അങ്ങനെ എയും ബിയും എടുത്താൽ അവരുടെ ഇടയ്ക്ക് ഒരു പോയിന്റ് കാണും, സി. ആ സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻസ്റ്റന്റേനിയസ് സ്ലോപ്പ്, അതായത് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ആവറേജ് സ്ലോപ്പ് കിട്ടും. ഓക്കെ, എന്താണ് ഈ ആക്ച്വലി ആവറേജ് സ്ലോപ്പ് എന്ന് പറയുന്നത്? അറിയോ അത്? അത് ബേസിക്കലി സ്ലോപ്പ് തന്നെ. അതായത് നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള എന്തോന്നാ? ഇപ്പൊ ഇത് എൻ്റെ ഒരു കർവാന്ന് വെച്ചോ. ഓക്കെ, ഈ കർവിന്റെ സ്ലോപ്പ് എന്തോന്നാ? സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഡി വൈ ബൈ ഡി എക്സ്. അതായത് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ മൂവ് ചെയ്തപ്പം ഇവിടുത്തെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഡി വൈ ഡിവൈഡ് ബൈ ഈ കാണുന്ന ഡി എക്സ്. ഇതാണ് ആക്ച്വലി സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഡെറിവേറ്റീവിന്റെ കേസിലാണെങ്കിലും അത് തന്നെ. പക്ഷേങ്കിൽ കണ്ട കുറഞ്ഞു കുറഞ്ഞു വന്ന് ഈ ഡെൽറ്റ എക്സ് വളരെ ചെറുതായിരിക്കുമെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ആവറേജ് സ്ലോപ്പ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരുടെ ചേഞ്ച് ഇൻ വൈ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുത്താലും നമ്മളോട് സ്ലോപ്പ് ഈ രണ്ട് പോയിന്റ്സിനുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്നിട്ട് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എടുക്കും. ഓക്കെ, അതേ സംഭവം തന്നെ ഇവിടെ ഉള്ളു. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അപ്പം ഇതും ഒരു കർവാണ്. ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയുള്ള ആവറേജ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ചേഞ്ച് ഇൻ വൈ. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ വൈ. ചേഞ്ച് ഇൻ വൈ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. ഓക്കെ, അതാണ് ആവറേജ് സ്ലോപ്പ്. ഇനി ചേഞ്ച് ഇൻ വൈ എന്താണ്? y2 മൈനസ് y1. അതുപോലെ ചേഞ്ച് ഇൻ എക്സ് എന്താ? x2 മൈനസ് x1. ഇവിടുത്തെ തന്നെ കേസ് എടുത്താൽ ഇവിടുത്തെ എക്സ് പോയിന്റ്സ് ആരാ? x1 എന്ന് പറഞ്ഞാൽ എ അല്ലേ? വേണ്ട, എക്സ് ആക്സിസ് x1 എന്ന് പറഞ്ഞാൽ എ, x2 എന്ന് പറഞ്ഞാൽ ബി. ഓക്കെ, ഈ കാണുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സ്മോൾ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ ആരായിരിക്കും? അതായത് y1 എഫ് ഓഫ് എ. ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ ആരായിരിക്കും? അതായത് y2 എഫ് ഓഫ് ബി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആവറേജ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് വരും. ഇതാണ് ആവറേജ് സ്ലോപ്പ്. കണ്ട, അതല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ആവറേജ് സ്ലോപ്പ് എന്തോത്തിനോട് സെയിം ആയിരിക്കും എന്നാ പറയുന്നത്? സി എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ്, അതല്ലേ എഫ് ഡാഷ് ഓഫ് സി. സോ നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ നമ്മുടെ ഡെഫിനേഷൻ വെച്ച് നോക്കിയാൽ എന്തുകൊണ്ട് എക്സാക്ട്ലി മാച്ച് ചെയ്ത് പോകുന്ന ഇക്വേഷൻ ആയത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണേൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഇത് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇത് ബി മൈനസ് എ പ്ലസ് എഫ് ഓഫ് എ. ഇങ്ങനെ എഴുതാവേ. ഇത്ര ഒരു ഐഡിയ കിട്ടിയേ. ഇനി പലർക്കും തോന്നിയൊരു സംശയമായിരിക്കും, അവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതായത് ഇതാണ് ടൈലർ സീരീസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം. നമ്മൾ പറഞ്ഞത് എന്താ? ഈ എഫ് ഡാഷ് ഓഫ് എ, അതായത് ഇത് രണ്ടും കാണാൻ ഒരുപോലെ ഇരിക്കുക. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇത്രയും പാർട്ട് ഇവിടെ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ ടൈലർ സീരീസ് വരുമ്പോൾ പിന്നെ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. പക്ഷേ മീൻ വാല്യൂ തിയറത്തിൽ ഇത് ഒറ്റ സാധനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചാൽ എന്താ? ഈ എൻഡയർ, അതായത് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് അങ്ങോട്ട് പോകുന്ന എൻഡയർ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഈ ഒരൊറ്റ എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന പോയിന്റിന് ആക്ച്വലി പ്രത്യേകത ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന എൻഡയർ സംഭവം ഉണ്ടല്ലോ. കാരണം നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻഫിനിറ്റി വരെ എഴുതി കൂട്ടാൻ പറ്റൂലെന്ന്. അപ്പൊ ഇൻഫിനിറ്റി വരെ പോകുന്ന ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ കാണുന്ന ഒറ്റ പോയിന്റ് ഇരിപ്പുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ലാഭമല്ലോ. നമ്മളെന്തിനാ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നതിനെക്കാട്ടി നല്ല സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് കണ്ടുപിടിച്ച് അവിടുത്തെ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞു അപ്പോളെ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് ചുമ്മാ
ചുമ്മാ എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. കാരണം അത്രയും വാല്യുബിൾ ആയിട്ടൊരു പോയിന്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ അത്രത്തോളം പാടായിരിക്കും. ആൻഡ് റിയൽ ലൈഫിൽ അത്ര എക്സ്ട്രീം പാടാണ്. അതായത് കുറെ ഫംഗ്ഷൻസിനൊക്കെ. സോ എന്തുകൊണ്ടും ബെറ്റർ ടൈലർ സീരീസ് തന്നെയാണ് എന്താണെന്ന് പറയാം. അപ്പം സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ നല്ല പാടാണ് അവിടെ. അത്രയാവുന്നല്ലോ. ഈ ഇക്വേഷൻ എങ്ങനെ വേണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ പിന്നെ പറഞ്ഞെന്താ, ഇത് ലെവൽ 1 ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ, ലെവൽ 2 ഇക്വേഷൻ വന്നത് ഇങ്ങനെ വരുമെന്ന്. ഓക്കെ, ഇതും മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ ആണ്, ഇതും മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ ആണ്. പക്ഷെ ഇത് എങ്ങനെ വന്നത് നമുക്ക് നമ്മുടെ കറക്റ്റ് ഡെഫിനേഷനിൽ നമുക്ക് മനസ്സിലായി. റീഅറേഞ്ച് ചെയ്തതാ. ഇതെന്താ ഈ കാണുന്നത്? എവിടെ നമ്മുടെ ഇക്വേഷനിൽ സെക്കൻഡ് ഡെറിവേറ്റീവിനെ കുറിച്ച് പറയുന്നത്? എവിടെ നമ്മുടെ ഇക്വേഷനിൽ തേർഡ് ഡെറിവേറ്റീവിനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ഇതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം. ആക്ച്വലി നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മൾ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ ഈ കാര്യത്തെ അങ്ങ് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, മൊത്തത്തിൽ അതായത് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന ഇക്വേഷനെ ഷിഫ്റ്റ് ചെയ്ത് എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ എന്നാക്കി. ഓക്കെ, ഈ കാണുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. മനസ്സിലായോ? നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കുക? എഫ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. മനസ്സിലായോ? അവിടാണ് കീ പോയിന്റ് ഇരിക്കുന്നത്. മനസ്സിലായ കാര്യം? മനസ്സിലായില്ലേ? വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ നമ്മുടെ ഇക്വേഷനെ കണ്ട എന്താ, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഓക്കെ, ഇവിടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പോയിന്റിലെ ഡെറിവേറ്റീവാ. ഓക്കെ, നമുക്കൊരു കാര്യം അറിയുന്നത് എന്താ, ഒരു സിംഗിൾ പോയിന്റിലെ ഡെറിവേറ്റീവിൽ നമുക്കൊരു ലൈൻ വരച്ചാൽ ആ ലൈനിന് ആ പോയിന്റിലെ എക്സാക്ട് സ്ലോപ്പ് തന്നെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഒറ്റ ലൈനെ വരയ്ക്കാൻ പറ്റിയ ടാൻജന്റ് ആണ്. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ കൂടെ നമ്മൾ ലൈൻ വരച്ചാൽ ആ പോയിന്റിന്റെ അതേ സ്ലോപ്പ് തന്നെയാണ് ആ ലൈനിന്റെയും ആ പോയിന്റിലെ സ്ലോപ്പ് എങ്കിൽ നമുക്ക് അങ്ങനെ ഒറ്റ ലൈനെ വരയ്ക്കാൻ പറ്റും. അതാണ് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് സി കൂടെ, അതായത് സി കൂടെ വരയ്ക്കുന്ന ലൈൻ, അതിന് ആ ലൈനിന്റെ എക്സാക്ട് സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എഫ് ഡാഷ് ഓഫ് സിയോട് സെയിം ആണെങ്കിൽ അതൊരു ടാൻജന്റ് ആയിരിക്കും. നമുക്കറിയാം. എന്താണ്ട് വിഷ്വലി തന്നെ നോക്ക്, നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നത് എന്താ, ഇതൊരു ടാൻജന്റാ. കണ്ടില്ലേ? ഓക്കെ, മീൻ വാല്യൂ തിയറി ആക്ച്വലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആവറേജ് സ്ലോപ്പ്, അതായത് സീക്കൻഡ്. ഓക്കെ, ഈ സീക്കൻഡിനോട് പാരലലായിട്ട് പോകുന്ന ടാൻജന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഈ ടാൻജന്റ് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ലൈൻ. ഒരിക്കലും തെറ്റിദ്ധരിക്കല്, ഈ ടാൻജന്റ് ആണ് എഫ് ഡാഷ് ഓഫ് സി എന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കല്. ഓക്കെ, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലൈനാണ്. പ്രത്യേകത എന്താ വെച്ചാൽ ആ ലൈനിന്റെ ഈ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് കാണുമല്ലോ, ആ സ്ലോപ്പ് ഈ കർവിന്റെ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പിനോട് എക്സാക്ട് സെയിം ആയിരിക്കും. ഓക്കെ, ആ ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? നമ്മൾ ആ വരയ്ക്കുന്ന ടാൻജന്റ് സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേങ്കിൽ നമ്മളിവിടെ മീൻ വാല്യൂ തിയറത്തിൽ വന്നാൽ നമ്മൾ ഇവിടെ സെക്കൻഡ് ലെവലിൽ നിന്ന് വന്നിട്ട് ഒരു ഡബിൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആഡ് ചെയ്ത് കൂടെ കയറ്റുന്നു, പിന്നെ തേർഡ് ഡെറിവേറ്റീവ് കൂടെ ആഡ് ചെയ്ത് കയറ്റുന്നു. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ വളയൂല്ലേ? അപ്പൊ പിന്നെ അതിനെ ടാൻജന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? എന്താ ഈ നടക്കുന്നേ? ഇങ്ങനൊക്കെ കുറെ പേർക്ക് സംശയം തോന്നാം. കാരണം ടൈലർ സീരീസ് നമ്മൾ ലൈൻ ബെൻഡ് ചെയ്താന്നല്ലോ. പക്ഷെ വെയിറ്റ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടാൻജന്റ് ലൈനിനെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ടാൻജന്റ് ലൈൻ. ഓക്കെ, ആ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ. എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. നമ്മൾ എങ്ങനെ ഇത് ടാൻജന്റ് അല്ലെങ്കിൽ ലിനിയർ അപ്രോക്സിമേഷൻ ലൈനിന്റെ ഇക്വേഷൻ ആയി എന്നത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ടൈലർ സീരീസിലാണെങ്കിലും ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലാണെങ്കിലും എല്ലാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്നും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. മനസ്സിലായോ? ടാൻജന്റ് ഡ്രോൺ അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് വല്ലതും സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടാൻ പോകുന്ന ഇക്വേഷൻ. ഓക്കെ, അല്ല ഇത് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് അറിയണം. ഞാൻ ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ടൈലർ സീരീസിന്റെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിലല്ല. സോ ഈ കാണുന്നതാണ് നമ്മൾ അവിടെ കണ്ട ആ ടാൻജന്റ്. മനസ്സിലായ? നമ്മൾ ഈ കാണുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഈ കാണുന്നത് എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ,
അപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ എഫ് ഓഫ് ബി എന്നാണ് ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ എഫ് ഓഫ് ബിയെ കണ്ടുപിടിക്കാൻ നോക്കുക. ഇനിയാണ് ശരിക്കുമുള്ള കാര്യം പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എയും ബിയും അറിയാം എന്നുള്ള ഒരു ധാരണയാണ്. ആക്ച്വലി റിയൽ ലൈഫിൽ നമുക്ക് ബി അറിയാൻ ഉള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതായത് ഒരുപാട് കേസുകൾക്ക് നമുക്ക് ബി അറിയൂല. നമുക്ക് എ അറിയാം, കാരണം നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഒരു കാറിന്റെ കേസ് തന്നെ എടുക്കുക. ഞാൻ ഒരു 0 സെക്കൻഡിൽ എൻ്റെ വണ്ടി 0 നിൽക്കുക. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നോട് 10ാമത്തെ സെക്കൻഡ് ആ വണ്ടി എവിടാന്ന് ചോദിച്ചാൽ, എന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നുകൊണ്ട്? ഇല്ലല്ലോ. എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നു പറ്റൂലല്ലോ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനല്ല പറ്റൂ. ചിലപ്പോൾ പ്രഡിക്ഷനും തെറ്റും. ചിലപ്പോൾ റോഡിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ എന്റെ പ്രഡിക്ഷൻ മൊത്തം തെറ്റും. അതുപോലെ നമ്മുടെ ഫിസിക്സിൽ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാന്ന്, അല്ലെ എക്സാക്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന്. എക്സാക്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ യഥാർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ തന്നെ. അത് ഇപ്പം ഞാനൊരു ജാവലിൻ എറിയുക, ചിലപ്പോൾ അവിടെ കാറ്റുണ്ടെന്ന് വെച്ചോ. നിങ്ങൾ കേട്ടില്ലേ ഈ സ്നൈപ്പേഴ്സ് ഒക്കെ വെടിവെക്കുമ്പം അവർ ഈ വിൻഡിന്റെ സ്പീഡ് നോക്കും. കാരണം ബുള്ളറ്റിന്റെ ഡയറക്ഷൻ മാറും. അതായത് സ്ലൈറ്റ് ആയിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. സ്ലൈറ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്താൽ ടാർഗറ്റിൽ കൊള്ളത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, വിൻഡ് സ്പീഡ് ഒക്കെ നോക്കും. അതുപോലെ ഇപ്പൊ ഞാൻ നല്ല സ്പീഡിലെ ജാവലിൻ എറിയുക, അവിടെ നല്ല കാറ്റുണ്ടെങ്കിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പാത്തിലൊന്നും ആയിരിക്കില്ല എന്ന് വീഴുന്നത്. ചിലപ്പോൾ ചരിഞ്ഞോ ഇച്ചിരി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ വന്ന് വീഴും. അതായത് ഞാൻ ഇവിടെ നിന്ന് എറിഞ്ഞ ഒരു 50 മീറ്ററോ 60 മീറ്ററോ എക്സാക്ട് അപ്പുറത്ത് 60 മീറ്ററിലാണ് കുത്തുന്നത് എന്ന് ഞാൻ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ 60 തന്നെ വന്ന് കുത്തണമെന്നില്ല. ചിലപ്പോൾ 60.02 ആയിരിക്കും, അല്ലെങ്കിൽ 59.8 ആയിരിക്കാം. അങ്ങനെ സ്ലൈഡ് ഡീവിയേഷൻസ് ഉണ്ടാവും. ഈ ഡീവിയേഷൻസ് ഉണ്ടാകാൻ കാരണം എന്താ? ചിലപ്പോൾ കാറ്റ് കാണും, മനസ്സിലായില്ലേ? പല ഫാക്ടേഴ്സ് കാണും. അതുപോലെ ഇപ്പോൾ ഞാൻ ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുക, ഷൂട്ട് ചെയ്യുന്ന എക്സാക്ട് പോയിന്റും പൊസിഷനും എനിക്കറിയാം. പക്ഷെ അത് എവിടാ ചെന്ന് കൊള്ളുന്നതെന്ന് എനിക്ക് എക്സാക്ട് പോയിന്റ് പറയാൻ പറ്റൂല. എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റൂ. മനസ്സിലായോ? അങ്ങനെയാണ് ഒരുപാട് കേസുകൾ നമുക്ക് ബി പറയാൻ പറ്റില്ല. ബി പറയാൻ പറ്റുന്ന കേസ് ഏതാ? സംഭവിച്ചു കഴിഞ്ഞ കാര്യം. അതായത് ഞാൻ കാർ എടുത്തു, കാർ ഓടിച്ചു, എത്തി. അപ്പൊ എന്താ, സ്റ്റാർട്ടിങ് പോയിന്റ് എയും എൻഡിങ് പോയിന്റ് ബിയും നമുക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ജാവലിൻ എറിഞ്ഞ് തുടങ്ങി ചെന്ന് കുത്തി. ഇപ്പൊ ആ രണ്ട് എയും ബിയും എനിക്കറിയാം. അല്ല ഞാൻ ബുള്ളറ്റ് വെടിവെക്കുന്ന പോയിന്റും കൊണ്ട പോയിന്റും എനിക്കറിയാം. കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതെല്ലാം നമുക്കറിയേണ്ടുന്നത്. ഇതാണ് നമ്മുടെ മാത്സിന്റെ ടെക്സ്റ്റിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം. അതിൻ്റെ അകത്ത് ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അറിയാമെന്നുള്ള ധാരണയുടെ ഇട്ട് വെച്ചേക്കുന്നത്. ആക്ച്വലി ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയില്ല. മനസ്സിലായോ? നമുക്ക് ആക്ച്വലി വേണമെന്ന് പറഞ്ഞാൽ എന്തോന്നാ, നമുക്ക് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ, അതായത് മാജിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആ ഫംഗ്ഷന്റെ എന്താ ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ ഒരു ഇന്റർവെൽ എയും ബിയും. അപ്പൊ അതല്ലേ ഏറ്റവും ലാഭം. എന്തിനേ കിടന്ന് ഈ ടൈലർ സീരീസിലെ കിടന്ന് ഈ കണ്ടതിന്റെ കൂട്ട് മൊത്തം ഡെറിവേറ്റീവുകളൊക്കെ എടുത്ത് നമ്മൾ അത്ര ആക്യുറേറ്റ് ആകാൻ പോകുന്നത്. ഇൻഫാക്ട് ടൈലർ സീരീസിൽ ആദ്യത്തെ ഒരു 10 എണ്ണമൊക്കെ എടുക്കും. എന്നാലും സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിലെടുത്താൽ അങ്ങ് ഇൻഫിനിറ്റി വരെയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്ന പറഞ്ഞാൽ അതല്ലേ ലാഭം. പക്ഷെ അതാണ് പ്രശ്നം, സി എന്ന് പറയുന്ന പോയിന്റ് അത്രത്തോളം പാടാണ്, മനസ്സിലായി, കണ്ടുപിടിക്കാൻ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടണമെങ്കിൽ വേറൊരു കുഴപ്പമുണ്ട്, നമുക്ക് എയും ബിയും അറിയണം. കാരണം എ ഏതാ ബി ഏതാന്ന് അറിഞ്ഞാൽ മാത്രമല്ല അവരുടെ ഇടയിൽ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ, ഒരുപാട് കേസിൽ നമുക്ക് ബി എന്താന്ന് അറിയില്ല. മനസ്സിലായ? ഒരുപാട് കേസിലും. അപ്പം സി കണ്ടുപിടിക്കണമെങ്കിൽ ബി വേണം. എന്നാൽ ബി ഉണ്ടായാലൊട്ടെ സിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചതിന്റെ കൂട്ടായി പോകും. ഓക്കെ, അപ്പൊ കൂട്ടത്തിൽ നോക്കുമ്പം കണ്ടുപിടിക്കാൻ റിലേറ്റീവ്ലി പാട് കുറവ് ബിയാ. കാരണം സിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, സി എത്ര പാടാ. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും പാട് കുറവ് കണ്ടുപിടിക്കാൻ ബിയാ. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ബി ആയിരിക്കും കണ്ടുപിടിക്കുക. ഇതാണ് റിയൽ ലൈഫ് സിനാരിയോ. നമ്മൾ സി അല്ല കണ്ടുപിടിക്കാൻ പോകുന്നത്, നമ്മൾ ബി ആയിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ആൻഡ് ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ നമ്മുടെ ടൈലർ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ബി മൈനസ് എ പ്ലസ് ഇൻഫിനിറ്റി വരെ എഴുതാം. അല്ല നമ്മുടെ മീൻ വാല്യൂ തിയറം വെച്ച് ഇങ്ങനെ എഴുതാം. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. മീൻ വാല്യൂ തിയറം വെച്ച് എഴുതുന്ന ഇക്വേഷൻ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം, ഇതിന്റെ അത് സി ഉണ്ട്, നമുക്ക് സി അറിയത്തില്ല. മനസ്സിലായ? അല്ലെ സി അറിയാമെന്ന് തന്നെ വെക്ക്. സി അറിയാമെന്ന് തന്നെ വെച്ചാലും വേറെ കുഴപ്പമുണ്ട്. ഇതൊരു ടാൻജന്റ് അല്ലേ, സ്ട്രെയിറ്റ് ലൈനാ. സപ്പോസ് എന്റെ എ ഇതാന്ന് വെച്ചോ, എന്റെ ബി ഇതാന്ന് വെച്ചോ, ഞാൻ എന്താ സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടാന്ന് വെച്ചോ.
അങ്ങനാണെങ്കിൽ ഞാൻ ആ സിയിൽ കണ്ടൊരു ടാൻജന്റ് വരച്ചാൽ എന്റെ ബി ഇവിടെ അല്ലേ, പക്ഷെ എന്റെ ബിയിൽ ഇത് വന്ന് ടച്ച് ചെയ്യുന്നില്ലല്ലോ, ഇത് എന്റെ ബിയെ മിസ് ചെയ്ത് പോകുന്നില്ലേ. അപ്പൊ എന്താ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനെ കൊണ്ട് ഈ ബിയിലുള്ള കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ലൈൻ ബെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ടേ, ബെൻഡ് ചെയ്ത് കണ്ട കൊണ്ടുപോയി വെച്ച്. ഓക്കെ, ലൈൻ ബെൻഡ് ചെയ്തപ്പോ വന്നിരുന്നു. നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് എന്താ, കൂടുതൽ ടേംസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, കൂടുതൽ ടേംസ് ആഡ് ചെയ്ത് ആക്യുറേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളിവിടെ ആക്ച്വലി എഫ് ഓഫ് ബി എ ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ എഫ് ഓഫ് ബി കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും സാധനത്തിന് ഇത് ഈ പോയിന്റ് തൊട്ട് ഇപ്പൊ ഞാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെ എടുക്കുന്നെങ്കിൽ അത്രയും സാധനത്തിന് എന്ത് ചെയ്യാം, എനിക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ അതേ കറസ്പോണ്ടിങ് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം. മനസ്സിലായ, നമ്മൾ തൊട്ട് മുമ്പ് വന്ന അതേ കോൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞുള്ള സാധനം എടുക്കുന്ന ആ പോയിന്റ് തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെ എടുക്കുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ എക്ക് വരെ സി എ റീപ്ലേസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടുള്ള മൊത്തം വാല്യൂസിന്റെ ഡീറ്റെയിൽസ് സിക്ക് ഇരിപ്പുണ്ടെന്ന് പറയാം. മനസ്സിലായി, ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ നോർമലി കണ്ട അതേ സാധനം തന്നെ താഴോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഈ പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെയുള്ള ഡീറ്റെയിൽസ് സി എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് ഇരിപ്പുണ്ട്. ഞാൻ ഇതാ എടുക്കുന്നതെങ്കിൽ ഇത് തൊട്ടങ്ങ് ഇൻഫിനിറ്റി വരെയുള്ള പോയിന്റ് അതിന്റെ കറസ്പോണ്ടിങ് സിക്ക് ഇരിപ്പുണ്ട്. അതായത് എക്സാക്ട്ലി നമ്മളിവിടെ എഫ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. മനസ്സിലായ, അത് നമുക്കറിയാം ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ഈ റൈറ്റിൽ കാണുന്നത്. ബാക്കി ഇത് നമുക്കൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് പോലെ, കാരണം സി ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. കാരണം സി ഓൾറെഡി നമുക്ക് സി അറിയത്തില്ല, ബി അറിയാമെങ്കിൽ നമുക്ക് സി കിട്ടും. മനസ്സിലായ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഏത് എ, നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ആണ്ട ടൈലർ സീരീസിനകത്ത് മൊത്തം എയാ. സോ ദ മോസ്റ്റ് പ്രാക്ടിക്കൽ തിങ് ഇൻ റിയൽ ലൈഫ് എന്ന് പറയുന്നത് സിയുടെ പുറകെ തപ്പി നിരങ്ങി പോകുന്നതിന് പകരം എ എന്ന് പറഞ്ഞ് നമ്മുടെ അറിയാവുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുത്തെടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ആ ബുള്ളറ്റിന്റെ കേസ് തന്നെ പറയുന്നതെങ്കിൽ എനിക്ക് വിൻഡ് സ്പീഡും അറിയാമെങ്കിൽ, സപ്പോസ് വിൻഡ് സ്പീഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെന്ന് വെച്ചാൽ, എനിക്ക് വിൻഡിന്റെ സ്പീഡും അറിയാമെങ്കിൽ എന്റെ ആക്യുറസി കൂടും ബുള്ളറ്റ് വെടിവെച്ചാൽ കിട്ടാനുള്ള, കാരണം എനിക്ക് അതിനനുസരിച്ച് വെടിവെച്ചാൽ പോരെ. ഇതാണ് സാധനം. ഓക്കെ, അല്ലാതെ ഇതെല്ലാം മീൻ വാല്യൂ തിയറങ്ങളാണ്, പക്ഷെ ഇത് എങ്ങനെ വന്നു, ഈ ബി എ മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് പറയുന്നത്. ആക്ച്വലി ആ ഒരു സാധനം മനസ്സിലാക്കണം, അതാണ് എക്സാക്ട് മീനിങ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിവിടെ എഫ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ആൻഡ് ഈ എഫ് ഓഫ് ബിയിൽ ഈ ഇക്വേഷനും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനേ തരൂ, ഇത് അതിന്റെ പാട് നോക്കി പോകും, പോയിന്റിലൊന്നും മാച്ച് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വളയ്ക്കാൻ നോക്കണം. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വളയ്ക്കാൻ നോക്കണം, അപ്പൊ കറക്റ്റ് കാര്യം മനസ്സിലാവും. അങ്ങനെ നമ്മൾ എന്ത് ബി ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്, സിയെ കുറിച്ച് അങ്ങ് മറന്നേരും. ആ സി കണ്ടുപിടിക്കാൻ നല്ല പാടാ. സി വേണേ ബി വേണം, ബി വേണേ സി വേണം, സി വേണേ ബി വേണം, ബി വേണേ സി വേണം. ഇതാണ് ആ സാധനം. മനസ്സിലായോ? ഇവിടെ ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഇവിടെ സിയെ റീപ്ലേസ് ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ബി മൈനസ് എ ഹോൾ സ്ക്വയർ എങ്കിൽ നമ്മൾ ആക്ച്വലി ഇവിടെ പറഞ്ഞത് ഇവിടെ ലെഫ്റ്റിൽ നോക്ക്, എഫ് ഓഫ് ബി ഈക്വൽ ടു ടൈലർ സീരീസ് പ്രകാരം എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. നമ്മൾ പറഞ്ഞ എന്താ, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന്. അപ്പൊ അതായത് ഞാൻ ഈ പോയിന്റാ ചൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ എക്ക് വരും സി എ വെച്ചിട്ട് ഈ എൻ്റെ ഡീറ്റെയിൽസിനെ ഞാൻ സി വെച്ച് ചെയ്തു. അപ്പൊ എന്താ പറ്റി, ഇവിടെ നോക്ക്, സി വെച്ച് റീപ്ലേസ് ചെയ്തപ്പോ ഉണ്ട് ഇങ്ങനെ. അങ്ങനെ ഇവിടെ സി വെച്ച് റീപ്ലേസ് ചെയ്ത ഇങ്ങനോ, അത്രേ ഉള്ളൂ. കൂടുതൽ തല ചിന്തിച്ച് നോക്ക്. ഓക്കെ, റിയൽ ലൈഫും മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കിലും കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. ബി ഒന്നും നമുക്ക് അറിയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ബി അറിയാമെങ്കിലേ നമുക്ക് സി അറിയാൻ പറ്റും. മനസ്സിലായോ? താങ്ക് യു.